ഇപ്പൊ ചെയ്താൻ കൊടുക്കാൻ നമുക്ക് പറഞ്ഞു ഞാൻ ശരിയാണ്. ഇപ്പൊ ഈ ചെറിയ അഭിപ്രായങ്ങൾ ഉണ്ടായപ്പോഴേക്കും ചെയ്താനെ പേടിക്കാൻ തുടങ്ങി. ഒരു പേടിയില്ലാതെ നടത്തിയിരുന്ന നമ്മള് രാവും പകലും ഇല്ലാതെ അള്ളാഹുവിൽ തവക്കുലാക്കി എന്ത് പേടിയാണ്. അങ്ങനെ തന്നെയല്ലേ പറഞ്ഞത് അള്ളാഹു തവക്കുലാക്കാനല്ലേ പറഞ്ഞിട്ടുള്ളത്. അങ്ങനെ തവക്കുലാക്കിയ ഒരു സമൂഹത്തെ വാർത്തെടുത്ത ആളുകൾ ഇപ്പം വാതിൽ കൊടിയിലും കട്ടിൽ ചോട്ടിലും മറ്റുള്ള ഇടയിലും എല്ലാ സ്ഥലങ്ങളിലും ഓരോന്ന് പറഞ്ഞ് വലുതാക്കി ഇവനായിട്ട് വലുതാക്കിയിട്ട് ഇബ്രാഹിമിന്റെ മുന്നിലടക്കം വിഗ്രഹങ്ങളെ നശിപ്പിക്കാൻ കടത്തിയെന്ന് അതിന് ആശയക്കുഴപ്പമുണ്ടാക്കി വിഗ്രഹങ്ങൾക്ക് സംസാരിക്കാൻ പാടില്ല എന്ന് ചർച്ച വന്ന് മരുന്ന് കൊണ്ടുവരുന്നത് ജർമ്മനിയിൽ നിന്ന് മരുന്ന് കൊണ്ടുവരികയാണല്ലോ. ഇങ്ങനെ പറഞ്ഞ് ശൈത്താൻ എന്ന് പറയുന്നത് അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ ശക്തി. ഈ ദേവന്മാരും ദേവികളും ഒക്കെ ഉണ്ടായത് ഇങ്ങനെ തന്നെയാണ്. മരിച്ച ആളെ റൂഹാനി കൂടിയതാണ്, മരിച്ച ആളുടെ ആത്മാവ് ഇയാളിൽ കൂടിയതാണ് എന്നൊക്കെ പറയും. ആ അന്ധവിശ്വാസത്തെ എതിർക്കാൻ വേണ്ടി നമ്മൾ അതിനെക്കുറിച്ച് പഠനം നടത്തിയ ആളുകൾ എന്ത് പറഞ്ഞു? അത് റൂഹാനില്ല, ആത്മാവല്ല, അതെല്ലാം ശൈത്താന്റെ കളികളാണ്. ഒന്ന്, ജിന്ന് വർഗത്തിന് നമ്മളെക്കാൾ കൂടുതൽ പെട്ടെന്ന് യാത്ര ചെയ്യാൻ സാധിക്കും. അതുകൊണ്ട് ദൂരത്തുള്ള വിവരങ്ങൾ പെട്ടെന്ന് പറയാൻ അവർക്ക് സാധിക്കും. നമുക്ക് കടന്നു ചെല്ലാൻ പാടില്ലാത്ത സ്ഥലത്ത് കടന്നു ചെന്നിട്ട് നോക്കിയിട്ട് പറഞ്ഞു കൊടുക്കാൻ സാധിക്കും. അല്ലേ? ഒരു പെണ്ണിന്റെ മാല പൊട്ടിച്ചുകൊണ്ടുപോകുമ്പോ ഓളെ കൂടെയുള്ള കരീന് കാണുന്നത് ഓന ഉടർന്നിരിക്കല്ലേ. അപ്പോ ഈ മുസ്ലിയാരുടെ അല്ലെങ്കിൽ ഈ തങ്ങളുടെ ഈ പണിക്കരുടെ കരീനും ഈ കരീനും തമ്മിൽ ഈ സംഭാഷണം നടത്തിയിട്ട് ചിലപ്പോൾ വല്ലപ്പോഴുമൊക്കെ അങ്ങനെ തെളിയിക്കാൻ സാധിച്ചെന്ന് വരാം. ഒന്ന്, ജിന്ന് വർഗത്തിന് നമ്മളെക്കാൾ കൂടുതൽ പെട്ടെന്ന് യാത്ര ചെയ്യാൻ സാധിക്കും. അതുകൊണ്ട് ദൂരത്തുള്ള വിവരങ്ങൾ പെട്ടെന്ന് പറയാൻ അവർക്ക് സാധിക്കും. നമുക്ക് കടന്നു ചെല്ലാൻ പാടില്ലാത്ത സ്ഥലത്ത് കടന്നു ചെന്നിട്ട് നോക്കിയിട്ട് പറഞ്ഞു കൊടുക്കാൻ സാധിക്കും. അല്ലേ? ഒരു പെണ്ണിന്റെ മാല പൊട്ടിച്ചുകൊണ്ടുപോകുമ്പോ ഓളെ കൂടെയുള്ള കരീന് കാണുന്നത് ഓന ഉടർന്നിരിക്കല്ലേ. അപ്പോ ഈ മുസ്ലിയാരുടെ അല്ലെങ്കിൽ ഈ തങ്ങളുടെ ഈ പണിക്കരുടെ കരീനും ഈ കരീനും തമ്മിൽ ഈ സംഭാഷണം നടത്തിയിട്ട് ചിലപ്പോൾ വല്ലപ്പോഴുമൊക്കെ അങ്ങനെ തെളിയിക്കാൻ സാധിച്ചെന്ന് വരാം. പിന്നെ ജിന്നിൽപ്പെട്ട ശൈത്താന്മാരെ ഈ ജ്യോത്സ്യന്മാരും മറ്റൊക്കെ ഉപയോഗപ്പെടുത്തുന്നു എന്ന് പറയണതോ, അത് ജിന്നുകൾക്ക് ശൈത്താന്മാർക്ക് ഇഷ്ടപ്പെട്ട കുഫറും മറ്റൊക്കെ ചെയ്താൽ അവർ ചില്ലറ ഉപകാരങ്ങൾ ചെയ്തു കൊടുക്കുന്നു മാത്രം. അവരെ എന്നിട്ട് വീണ്ടും ഈ പൈശാചികതയിലേക്ക് ഈ ശൈത്താന് എന്തൊക്കെ കഴിവാന്നറിയപ്പുണ്ടാക്കുന്നത്? എന്തെല്ലാം കഴിവ്? ശൈത്താനുള്ള കഴിവ് എന്താണെന്ന് ഇവിടെ ഖുർആനിൽ മനസ്സിലാക്കുന്നതിന് അപ്പുറം വേറെ തീരുമാനം. ആദം നബി മുതൽക്ക് ഈ ജനങ്ങളെ ഞാൻ വഴിപിഴപ്പിച്ചിട്ടേ അടങ്ങൂ, നിന്റെ വളരെ ആത്മാർത്ഥതയുള്ള ഏതാനും അടിമകൾ ഒഴികെ എന്ന് പറഞ്ഞ് അള്ളാന്റെ മുന്നിൽ തന്നെ പ്രതിജ്ഞ ചെയ്തിട്ട് ഇറക്കിയൊന്നാണല്ലോ. ആരാണ് അതിനെ നിഷേധിക്കുന്നത്? നമ്മൾ ഏതൊരു കാര്യം തുടങ്ങുമ്പോഴും അള്ളാഹുവിനോട് അഭയം തേടിയിട്ടില്ല, അവലും തവക്കുലാക്കിയിട്ടില്ല നമ്മൾ ഇറങ്ങുന്നത്. ഏതൊരു കർമ്മങ്ങൾ ചെയ്യുമ്പോഴും നമ്മൾ അങ്ങനെയല്ലേ ചെയ്യുന്നത്. എന്നിട്ട് സമൂഹത്തെ വെറുതെ തെറ്റിദ്ധരിപ്പിക്കുക, അതൊക്കെ ശൈത്താന്റെ വിശ്വാസമില്ല. ഇവര് ഇങ്ങനെ ദിക്റും ദുആയും അതേ പ്രകാരം അത്തരം പ്രാർത്ഥനകളിൽ നിന്നൊക്കെ ഒഴിവാണ് ഇവര്. എന്നിട്ട് അതിന് ഒരു ആലങ്കാരിക പ്രയോഗവും ഹദീസ് നിഷേധികൾ. എന്താണിത്? ഇത് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റാവുന്നൊരു കാര്യമാണോ? ഹദീസ് നിഷേധികൾ എന്ന് പറയുന്നത് ഉൾക്കൊള്ളാൻ പറ്റുമോ നമുക്ക്? ശൈത്താൻ അങ്ങനെയൊക്കെ ചെയ്യും. ശൈത്താനെ സന്തോഷിപ്പിച്ചപ്പോൾ അവൻ നിന്നെ ഉപദ്രവിക്കുക. സന്തോഷിപ്പിക്കലാ ചിരട്ടി കെട്ടല്. ചിരട്ടി കെട്ടിയ ഓന് സന്തോഷമായി. ഷിർക്ക് ചെയ്തല്ലോ. ഷിർക്ക് ചെയ്താൽ ഇവനെ നരകത്തിലെത്തിക്കാനുള്ള ഫസ്റ്റ് പടി പൂർത്തിയായി. അപ്പൊ ശൈത്താൻ പിന്നെ ഉപദ്രവിക്കൂല. അപ്പൊ ഏർവാടി പോയാൽ സംഭവിക്കണതാണ്. ഏർവാടി പോയ ആൾക്ക് ഏർവാടി ബാദുശാത്തങ്ങൾക്ക് കറാമത്തുണ്ട്. ഓരോട് പ്രാർത്ഥിച്ചാൽ രോഗം മാറും. ഓരോ ഹലർത്ത് ചെന്നാൽ പിന്നെ ഇളകാത്തൊരു ശൈത്താനുമില്ല. ഓർമുഖേന എത്ര ആൾക്ക് മാറിയാണ്. പിന്നെ ഓല് കൊടുത്ത വെള്ളം അതിങ്ങനെ കുടിച്ചുകൊണ്ടിരുന്നാൽ മതി. അപ്പോൾ ഒരു കുടുംബത്തെ തന്നെ ഷിർക്കിലെത്തിക്കാൻ സാധിക്കും. അപ്പോൾ വിട്ടു നിൽക്കും. അപ്പൊ ബനുസന് സുഖാവും. അപ്പൊ ഇവിടെ വന്നിട്ട് എന്ത് പറയും? ഏർവാടി തങ്ങളെ കറാമത്തോട് രോഗം മാറിയത് ശൈത്താൻ വിട്ടു നിന്നിട്ടാ. ജിന്ന് പിശാചുക്കളെയൊക്കെ ശരീരത്തിൽ ബാധിക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ ജിന്ന് കൂടി ജിന്നുമ്മ എന്ന പേരിൽ അറിയപ്പെടുന്നവരുണ്ടല്ലോ. ഇത് ശരിയാണോ? വിശദീകരിച്ചെന്നാലും ഒരു സഹോദരി, ശൈത്താൻ ശരീരത്തിൽ പ്രവേശിച്ചിട്ട് പലതരത്തിലുള്ള കോപ്പിരാട്ടിയും കാട്ടും. അപ്പൊ ശൈത്താൻ ആളുകളെ ശിർക്കിലേക്ക് നയിക്കാൻ വേണ്ടിയിട്ട് ശൈത്താൻ പ്രവേശിച്ച പെണ്ണിങ്ങനെ എന്റെ മേലെ ജിന്നുണ്ട്, ഞാൻ മറിഞ്ഞ കാര്യങ്ങൾ പറയും എന്നൊക്കെ ഇങ്ങനെ പറയും. അപ്പൊ ആളുകളോടത്ത് ഇങ്ങനെ ചെല്ലും. അപ്പോൾ ഓളിങ്ങനെ മറിഞ്ഞ കാര്യങ്ങൾ പറയും. ഓളെ വിളിച്ച് സഹായം തേടലും ഓളെ മറിഞ്ഞ കാര്യങ്ങൾ വിശ്വസിക്കലൊക്കെ ഉണ്ട്. അപ്പൊ ശിർക്ക് വരും. അത് ജിന്ന് ബാധ ഉണ്ടായിക്കൊള്ളുന്നില്ല, ഉണ്ടാകാതെയും ചിലപ്പോൾ ഉണ്ടാകാം. ഇങ്ങനെ എനിക്ക് ജിന്ന് കൂടിയിട്ടുണ്ട് എന്ന് പറയാം. ജിന്ന് കൂടിയാൽ ജിന്ന് പല വൃത്തികേടുകളും കാണിക്കും. ആളുകളെ ശിർക്കിലേക്ക് നയിക്കാൻ വേണ്ടി പല വേഷവും കിട്ടും. ആ കൂട്ടത്തിൽ ഏതെങ്കിലും മനുഷ്യന്റെ മേലെ പ്രവേശിച്ചിട്ട് അയാൾ ദിവ്യനാണെന്നോ അല്ലെങ്കിൽ ദിവ്യശക്തിയുള്ള ആളാണെന്നോ ഒക്കെ വരുത്തി തീർക്കാൻ ശ്രമിക്കും. അപ്പൊ ഒരാളെ ദേഹത്ത് കയറി ഒരുപാട് ആളെ ശിർക്കിൽ കൊണ്ടുപോകാം, സൗകര്യമായി. ഓന്റെ ഉദ്ദേശം എന്താ? നമ്മളെ ശിർക്കിലെത്തിച്ച്
നരകത്തിലെത്തിക്കലാണ്. ഒരാളെ ദേഹത്തിലാണ് എനിക്ക് ദിവ്യാംഗത, എനിക്ക് ജിന്നിന്റെ ഹാളറുണ്ട്, ജിന്ന് വരവുണ്ട്, പോക്കുണ്ട്, ഞാൻ പറയും എന്നൊക്കെ പറയും. താകൂത്താണ്. അത് പോകാനും പാടില്ല. കഴിയുമെങ്കിൽ ആക്കി വിടാൻ കഴിയുമെങ്കിൽ ആക്കി വിടണം. നാട്ടിൽ നോക്കണം. ജിന്നുകൾ അവന്റെ ആളുകളെ സഹായിക്കും, അവന്റെ കൈവിൽപ്പെട്ട കാര്യങ്ങൾ. ഇപ്പൊ ദൂരത്തുള്ള സാധനങ്ങൾ പെട്ടെന്ന് പോയി എടുത്തു വരാനോ അത് പറഞ്ഞു കൊടുക്കാനോ ശൈത്താന് സാധിക്കും. അത് അവന്റെ കൈവിൽപ്പെട്ട കാര്യമാണ്. പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ അങ്ങനല്ല. പ്രാർത്ഥിക്കാന്ന് പറഞ്ഞാൽ എന്താ? മനുഷ്യ സൃഷ്ടികളെ കഴിവിന് അപ്പുറത്തുള്ള കാര്യങ്ങളിൽ സഹായം ചോദിക്കാനാണ്. അത് ജിന്നിനോട് ചോദിച്ചാൽ കിട്ടൂല, മലക്കിനോട് ചോദിച്ചാൽ കിട്ടൂല. അത് അള്ളാഹ്ക്ക് മാത്രമുള്ള കഴിവാണ്. അതാണ് അത് ജിന്നിനും കഴിയില്ല, മലക്കിനും കഴിയില്ല, സൃഷ്ടികൾക്കാർക്കും കഴിയില്ല. ജിന്ന് മനുഷ്യ ശരീരത്തിൽ കയറി കൂടും. മനുഷ്യ ശരീരത്തിൽ തന്നെയല്ലേ? ഒരു ജിന്ന് മനുഷ്യന്റെ കൂടെ തന്നെയല്ലേ? കരീൻ എന്ന് പറയുന്നത് എന്താ? ജിന്നല്ലേ? അത് മനുഷ്യ ശരീരത്തിൽ തന്നെയല്ല, അല്ല പുറത്തുകൂടി ഇങ്ങനെ ബലം വെച്ച് നടക്കല്ല. അതിന്റെ പുറമെ വേറൊന്ന് കേറുന്നാണോ? അങ്ങനെ കേറുന്നാണ് CM മൗലവിയുടെ പുസ്തകത്തിൽ. നമ്മളിതൊക്കെ പറഞ്ഞതിന് വെച്ചാൽ ജനങ്ങളെ അന്ധവിശ്വാസത്തെ തകർക്കാൻ വേണ്ടിയാണ്. റൂഹാനി കൂടും, മരിച്ചോന്റെ ആത്മാവ് കയറി കൂടും. ജസ്റ്റിസ് കൃഷ്ണയ്യര് മരിച്ച ഭാര്യയോട് സംസാരിച്ചു. അദ്ദേഹം ബുക്ക് തന്നെ എഴുതിയിട്ടുണ്ട്. ആ പുസ്തകത്തിൽ ഒരുപാട് ആളുകൾ മരിച്ചവരുമായി സംസാരിച്ചത് എഴുതിയിട്ടുണ്ട്. ആരോടാണ് സംസാരിക്കുന്നത്? മരിച്ച ഭാര്യയുടെ റൂഹിനോടാണെന്നാണ് ഇവർ അവകാശപ്പെടുന്നത്. അല്ല, അത് ശൈത്താനോടാണ് സംസാരിക്കുന്നത്. മരിച്ച ഭാര്യയുടെ കൂടെയുള്ള കരീനോടാണ് സംസാരിക്കുന്നത്. ഇപ്പൊ ശൈത്താൻ കൊടുക്കാൻ നമുക്ക് പറഞ്ഞു ഞാൻ ശരിയാണ്. ഇപ്പൊ ഈ ചെറിയ അഭിപ്രായങ്ങൾ ഉണ്ടായപ്പോഴേക്കും ശൈത്താനെ പേടിക്കാൻ തുടങ്ങി. ഒരു പേടിയില്ലാതെ നടത്തിയിരുന്ന നമ്മള് രാവും പകലും ഇല്ലാതെ അള്ളാഹുവിൽ തവക്കുലാക്കി. എന്ത് പേടിയാണ്! അങ്ങനെ തന്നെയല്ലേ പറഞ്ഞത് അള്ളാഹു തവക്കുലാക്കാനല്ലേ പറഞ്ഞിട്ടുള്ളത്? അങ്ങനെ തവക്കുലാക്കി ഒരു സമൂഹത്തെ വാർത്തെടുത്ത ആളുകൾ ഇപ്പം വാതിൽ കൊടിയിലും കട്ടിലിന്റെ ഓട്ടിലും മറ്റുള്ള ഇടയിലും എല്ലാ സ്ഥലങ്ങളിലും ഓരോന്ന് പറഞ്ഞ് വലുതാക്കി. ഇവനാണ്ട് വലുതാക്കിയിട്ട് ഇബ്രാഹിം നബിന്റെ മുന്നിലടക്കം വിഗ്രഹങ്ങളെ കടത്തിയെന്ന് അതിന് ആശയക്കുഴപ്പമുണ്ടാക്കി. വിഗ്രഹങ്ങൾക്ക് സംസാരിക്കാൻ പാടില്ല എന്ന് ചർച്ച വന്ന് മരുന്ന് കൊണ്ടുവരുന്നത് ജർമ്മനിയിൽ നിന്ന് മരുന്ന് കൊണ്ടുവരികയാണല്ലോ. ഇങ്ങനെ പറഞ്ഞ് ശൈത്താൻ എന്ന് പറയുന്നത് അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ ശക്തി. ഈ ദേവന്മാരും ദേവികളും ഒക്കെ ഉണ്ടായത് ഇങ്ങനത്തെ ചെയ്യാണ്. വിഗ്രഹം സംസാരിക്കുന്നത് സക്കരിയ സലാഹി പറഞ്ഞു, പച്ച കളവണ പറഞ്ഞു. വിഗ്രഹം സംസാരിക്കുക ഇല്ലാന്നാ ഞാൻ പറഞ്ഞു. ഒരു കാലത്തും വിഗ്രഹത്തിന് സംസാരിക്കാൻ കഴിയില്ല. ഇനി വിഗ്രഹം സംസാരിക്കുന്ന ആരെങ്കിലും പറഞ്ഞാലോ, വിഗ്രഹം സംസാരിച്ചതായി ആരെങ്കിലും കേട്ടാലോ, വിഗ്രഹത്തിന് പിന്നിൽ ഒന്നുകിൽ ശൈത്താൻ ഒച്ചുണ്ടാക്കിയതാകാം, അല്ലെങ്കിൽ ഇന്നത്തെ ആധുനിക ഉപകരണങ്ങൾ എന്തെങ്കിലും വെച്ചിട്ട് ഒച്ചുണ്ടാക്കാനോ ആർക്കും തിരിയില്ലല്ലോ. പഴയ ഒച്ച ഉണ്ടാക്കാൻ കഴിയുന്ന കാലല്ലേ. അങ്ങനെ എന്തെങ്കിലും ആവാന്നല്ലാതെ വിഗ്രഹം ഒരിക്കലും സംസാരിക്കുകയില്ല. എന്നിട്ട് നമ്മുടെ സുഹൃത്തുക്കളെ, ഇബ്രാഹിം നബിയുടെ കാലത്ത് ശൈത്താൻ സംസാരിച്ചില്ലല്ലോ. ശൈത്താൻ എല്ലാ കാലത്തും ഒരേ തന്ത്രം തന്നെ പയറ്റണം എന്ന് നമുക്ക് പറയാൻ പറ്റുമോ? ഓൻ പല തന്ത്രവും പയറ്റും. എന്നിട്ട് അമാനുവലിന്റെ പരിഭാഷയിൽ ഇങ്ങനെ എടുത്തു കൊടുക്കുക. ഇബ്രാഹിം നബിന്റെ കാലത്തെ കുടുംബത്തിന്റെ ഏർപ്പാട്. ഇബ്രാഹിം നബിയും ഇബ്രാഹിം നബിന്റെ എതിരാളിയും തമ്മിലുള്ള തർക്കം എന്താ? വിഗ്രഹം സംസാരിക്കും എന്ന് ഇബ്രാഹിം നബിന്റെ എതിരാളികൾക്ക് വാദമുണ്ടായിരുന്നോ? അത് സംസാരിക്കൂല എന്ന് സ്ഥാപിക്കാനാണോ ഇബ്രാഹിം നബി ശ്രമിച്ചത്? നമ്മളെ ആളുകൾ എഴുതിയത് കണ്ട തോന്നുന്നത്. ഇബ്രാഹിം നബിയും സമൂഹം തമ്മിലുള്ള തർക്കം വിഗ്രഹം സംസാരിക്കും എന്ന് അവർ വാദിച്ചിരുന്നോ? ഇല്ല. എന്നിട്ട് സംസാരിക്കും എന്ന് സ്ഥാപിച്ചു കൊടുക്കലാണോ, സംസാരിക്കൂല എന്ന് സ്ഥാപിച്ചു കൊടുക്കലാണോ ഇബ്രാഹിം നബി ചെയ്തത്? അല്ല. അങ്ങനെ രണ്ടു കൂട്ടിക്കും പറഞ്ഞു. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കാലത്തെ മുശ്രിക്കുകൾ വിഗ്രഹം സംസാരിക്കും എന്ന് വാദിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ വിഗ്രഹം സംസാരിക്കുകയില്ല എന്ന് സ്ഥാപിച്ചു കൊടുക്കേണ്ട കാര്യമായിരിക്കില്ല ഇബ്രാഹിം നബിക്കില്ല. അതാദ്യം മനസ്സിലാക്കണം. എന്താണ് അവിടെ സംഭവം? ഇബ്രാഹിമെ, നിനക്ക് ഞങ്ങളെ വിഗ്രഹങ്ങളെ കുരുത്തക്കേട് കെട്ടും എന്ന് പറഞ്ഞ് അദ്ദേഹത്തെ ഭീഷണിപ്പെടുത്തി. അപ്പൊ നിങ്ങളെ വിഗ്രഹങ്ങൾക്ക് ഒരു കഴിവുമില്ല എന്ന് തെളിയിച്ചു കൊടുക്കാൻ വേണ്ടിയാണ് എല്ലാത്തിനെയും തല വെട്ടിയിട്ട് വലിയവന്റെ കഴുത്തിൽ എന്ത് ചെയ്തത്? മഴ കൊളുത്തി വെച്ച്. അതിനെ ചോദ്യം ചെയ്യാൻ വേണ്ടി വിളിച്ചപ്പോ അവരോട് ചോദിച്ചു നോക്കി. അപ്പോൾ അവർ പറയാണ് അവരിലേക്ക് തന്നെ മടങ്ങി. നിനക്കറിയില്ല ഇബ്രാഹിമെ, അവർക്ക് മിണ്ടാൻ വയ്യാന്ന്. അപ്പൊ ആ സന്ദർഭം, ഈ മിണ്ടാൻ വയ്യാത്ത അവരെയാണ് കുരുത്തക്കട എനിക്ക് തട്ടും നിങ്ങൾ പറഞ്ഞത് എന്ന് പറഞ്ഞ് വിഗ്രഹങ്ങൾക്കൊന്നും കഴിയുകയില്ല എന്ന് സ്ഥാപിക്കലാണ്. നിങ്ങൾ നോക്കാം, അന്ന് വിഗ്രഹം സംസാരിച്ചിരുന്നുവെങ്കിൽ തൗഹീദ് പൊളിഞ്ഞില്ലേ? പൊളിഞ്ഞല്ലോ. കാരണം എന്താ? സംസാരിക്കുകയില്ല എന്ന് പറഞ്ഞിട്ട് ഇബ്രാഹിം നബി വെല്ലുവിളിക്കുക. അപ്പൊ ശൈത്താൻ സംസാരിച്ചിരുന്നെങ്കിൽ തൗഹീദ് പൊളിഞ്ഞു. കാരണം എന്താ? സംസാരിക്കൂല എന്ന് ഇബ്രാഹിം നബി പറഞ്ഞിട്ട് സംസാരിച്ച് കാണിച്ചു കൊടുക്കില്ലേ? അള്ളാഹു ആ ശൈത്താനെ നിയന്ത്രിക്കും.